നമ്മുടെ ഈ കാലിലെ ടാനിങ് ആയിട്ട് വരുന്ന കുറച്ച് ഈ ഒരു ഇതുണ്ടല്ലോ എന്ന് വെച്ചാൽ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ടു വീലറിലൊക്കെ പോകുന്നവരാണെങ്കിൽ നമ്മുടെ ചെരുപ്പ് ഷൂസ് ആയിരിക്കത്തില്ല മിക്കവാറും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം സാധാരണ നോർമലായിട്ടുള്ള ചെരുപ്പൊക്കെ യൂസ് ചെയ്ത് ഇങ്ങനെ ടാൻ അടിച്ച് നന്നായിട്ടൊരു കറുത്ത പാടായിട്ട് വരും. ഇപ്പം വലിയ ഇതല്ല എങ്കിലും എനിക്ക് ചെറുതായിട്ടൊരു ടാനിങ് എഫക്റ്റ് വന്നു. ഓൾറെഡി എൻ്റെ സ്കിൻ ടോൺ ഇച്ചിരി കുഴപ്പമില്ല, ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുള്ളതാണ്, എങ്കിലും ഇപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടാൻ പോകാനായിട്ട് ഞാനൊന്ന് ചെയ്ത് നോക്കി, കുറച്ച് റിസൾട്ടായിട്ട് എനിക്ക് വന്നു തുടങ്ങിയ സാധനമാണിത്. നമ്മുടെ ഓട്സ് ഉണ്ടല്ലോ, മെയിനായിട്ട് ഓട്സ്, പിന്നെ വരുന്ന ഫ്ലാക്സ് സീഡിൻ്റെ മിക്സിയിലിട്ട് പൊടിച്ച പൊടിയാണ് കേട്ടോ. പിന്നെ അടുത്ത് ഞാൻ എടുത്തിട്ടുള്ളത് മുൾട്ടാണി മിട്ടിയുടെ പൗഡർ കുറച്ച് പറഞ്ഞ്. അപ്പോൾ ഇത് ഇത്രയും കൂടി മിക്സ് ചെയ്ത് ഒരു ചെറിയൊരു പാക്കായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിന് നമ്മൾ അപ്ലൈ ചെയ്യുക നന്നായിട്ട്, ഇച്ചിരി തിക്കായിട്ട് അപ്ലൈ ചെയ്യുക. ഞാനിപ്പോൾ ഇതിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ലൈറ്റാക്കി വെച്ചിരുന്നു. ഞാൻ നല്ല കട്ടിക്കാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്കും നന്നായിട്ട് ഓടുപോലെ ആയിട്ട് വരും. അപ്പോഴത്തേക്കും നന്നായിട്ട് നിങ്ങൾക്കത് വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ്. എങ്കിലും വരുന്ന ഇപ്പോൾ ഇതിലുള്ള ക്യാമറയുടെ ഇതുകൊണ്ടായിട്ടായിരിക്കും ഇതിനെ കാണാനായിട്ട് കുറച്ചുകൂടി ഒരു ഷെയ്ഡുണ്ട് കാലിൽ. അപ്പം നല്ല കറുപ്പായിരുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ നിന്ന് ഇത്രയും ഭാഗം വേരടിച്ച് ഇത്രയും ഭാഗം മാത്രം നല്ല വെളുപ്പം. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് എന്താ പറയാനായിട്ട് ഒരു കറുത്ത ഒരു ഇതായിട്ട് വെയിൽ കിട്ടുന്ന ഭാഗത്ത് ഇത്രയും ആ ഒരു രീതിയിലാണ് ഇരുന്നത്. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, റിസൾട്ട് ഉണ്ടാകുന്നൊരു കാര്യമാണ്. ഞാൻ മാക്സിമം മിക്കതും വീട്ടിൽ തന്നെ ചെയ്ത് നമുക്ക് എങ്ങനെയാണ് ക്യാഷ് ലാഭിക്കുക എന്നുള്ള രീതി ചെയ്ത് നോക്കിയതാണ് കേട്ടോ. പിന്നെ എൻ്റെ കാലിൽ ചെറുതായിട്ട് കുഴിനൊക്കെ ഉണ്ടായിരുന്നു. അതിനങ്ങനെ പ്രത്യേകിച്ച് കുറച്ച് മെഡിസിനൊക്കെ ചെയ്ത് നോക്കി. നല്ല പെയിൻ വരുന്ന ദിവസങ്ങൾ ചിലർ പറയും നാരങ്ങ ഇങ്ങനെ കുത്തി നിർത്തിയാൽ മതി, അതങ്ങ് വേദന പോകുന്നു. എനിക്കങ്ങനെ പോയൊന്നുമില്ല. ഞാൻ ലാസ്റ്റ് ഇവിടെ ഒരു ഹോമിയോയുടെ മരുന്നുണ്ടായിരുന്നു, വേറെ എന്തിനാ മേടിച്ച മരുന്നാണ്. ആ മരുന്ന് എടുത്ത് പെയിൻ വന്നപ്പോൾ യൂസ് ചെയ്തു. ഇപ്പം ഇച്ചിരി കാണുന്ന പോലെ നഖമായിട്ടുണ്ട്, അല്ലെങ്കിൽ വെട്ടി ഇതിൻ്റെ അകത്തുനിന്നൊരു സാധനമൊക്കെ കയറി വരും. ആ രീതിയിലൊക്കെ ആയിരുന്നു. ഇപ്പം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. എനിക്ക് ഇട്ട് നോക്കി കുഴപ്പമില്ലായിരുന്നു. എനിക്കറിയത്തില്ല, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നവരുണ്ടെങ്കിൽ കുഴിനഖത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഹോമിയോന്ന് മേടിക്കുന്ന ഇതുണ്ടല്ലോ തുള്ളിമരുന്ന് 2-3 ഡ്രോപ്പ് ഒഴിച്ച് നോക്കുമ്പം ആ ഒരു എഫക്റ്റായിട്ട് തോന്നി. അങ്ങനെ ആ ഒരു കാര്യം കൊണ്ട് ഇപ്പം ഇച്ചിരി കൂടി നല്ല കട്ടിയായിട്ട് യൂസ് ചെയ്ത് നോക്കുക. 2-3 ദിവസം ഇടവിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ടാന് അടിച്ചിട്ടുള്ള അതിൽ നിന്നൊരു ചെറിയ മാറ്റം വരും. ഓക്കെ.